السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. ആദരണീയരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം മിസ്വാക്ക് തന്നെയാണ്, ബ്രഷ് ചെയ്യലാണ്. മിസ്വാക്കിനെ പറ്റി വളരെ ചുരുക്കി ഇന്നലെ ഞാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ ചെയ്തിരുന്ന, മിസ്വാക്ക് ചെയ്യൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒന്നാണ്. അതില് വളരെ ചുരുക്കിട്ടാ പറയുന്നത്. അതിന്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്ക് പറയാനുണ്ട്. എൻ്റെ ക്ലാസ്സൊക്കെ 10 മിനിറ്റിൽ ഒതുങ്ങണം. പിന്നെ ഒരു 3-4 ക്ലാസ്സിൽ ഞാൻ ഒരു വിഷയത്തെപ്പറ്റി അതിലും കൂടുതൽ നീട്ടുന്നില്ല. കാരണം ആൾക്കാർക്ക് തിരക്കാണ്. ആൾക്കാർക്ക് ഇന്ന് പല തിരക്ക് കൊണ്ട് അത്യാവശ്യമായ വളരെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ക്ലാസ്സുകൾ വരെ കേൾക്കാൻ സമയമില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ചുരുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ ചെയ്തിരുന്നത് അറാക്ക് കൊണ്ടായിരുന്നു. അത് നമുക്ക് സുന്നത്താണ്. പിന്നെ അതേപോലെ തന്നെ സൈത്തൂൻ മരത്തിന്റെ ട്വിഗ്സ് കൊണ്ട്, അതിന്റെ കോല് കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിസ്വാക്ക് ചെയ്തിരുന്നു എന്ന് ഹദീസിൽ കാണുന്നുണ്ട്. ഈ അറാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് കൽപ്പിച്ചത്. അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യണം എന്നാണ്. ഈ ഒരുപാട് ട്വിഗ്സ്, അതായത് മരത്തിന്റെ കൊമ്പുകൾ, ബ്രാഞ്ചുകൾ, അതുകൊണ്ട് നമുക്ക് മിസ്വാക്ക് ചെയ്യാം. മദ്രാസ് ഡെന്റൽ മെഡിക്കൽ കോളേജിന്റെ അവിടുത്തെ പ്രിൻസിപ്പാൾ ജെ.ജി. കണ്ണപ്പൻ, അദ്ദേഹം ഒരുപാട് മരക്കഷ്ണങ്ങളെ കൊണ്ട് മിസ്വാക്ക് ചെയ്യാം, അതിന്റെ കൊള്ളിക്കഷ്ണങ്ങളെ കൊണ്ട് മിസ്വാക്ക് ചെയ്യാം. വ്യത്യസ്തമായ കൊള്ളിക്കഷ്ണങ്ങൾക്ക് വ്യത്യസ്തമായ ആരോഗ്യ ഫലം നമ്മുടെ മോണക്കും വായക്കും പല്ലിനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ അറാക്കിനെ പറ്റി ഐക്യരാഷ്ട്രസഭയിലെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ ഘടകമായ WHO കൂടി ഈ അറാക്കിനെ പറ്റി അവര് അതിന്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യണം, പല്ല് തേക്കണം എന്ന് അവരും കൂടി പറഞ്ഞിട്ടുണ്ട്. അതിനൊരുപാട് ഗുണങ്ങൾ ഈ അറാക്കിനുണ്ട്. അതിനെ വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ ഗുണങ്ങൾ ഒന്ന്, അത് പ്ലേക്കുകൾ, അതായത് പല്ലിന്റെ മുകളിലോ അകത്തോ ആയിട്ട് ഉണ്ടാകുന്ന ആ കട്ടിപിടിച്ച ആവരണം, അതാണ് പ്ലേക്ക്. ആ പ്ലേക്കുകളെ ഇല്ലാണ്ടാക്കുന്നു. പ്ലേക്ക് കുന്നുകൂടിയാൽ പിന്നെ പല്ലിന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു, മോണക്കുണ്ടാകുന്നു, അത് വായയിൽ സ്പ്രെഡ് ആകുന്നു, പിന്നെ അത് വയറ്റിന്റെ അകത്ത് പോകുന്നു, പ്രശ്നങ്ങളാകുന്നു. അതേപോലെ മോണപ്പഴുപ്പ്, ജിഞ്ചിവിട്ടി, അതിനെയും ഈ അറാക്ക് തടയുന്നു. അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു ശക്തി അറാക്കിന് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഈ അറാക്കിനെ പറ്റി ഏറ്റവും അതിവിദഗ്ധനായ ഡോക്ടർ റാമി മുഹമ്മദ് ദഹബി, അദ്ദേഹം അനേകം വർഷങ്ങൾ ഈ അറാക്കിനെ പറ്റി മാത്രം ഗവേഷണം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ പറ്റി അദ്ദേഹം ധാരാളം എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ നൊണ്ണിനെ അത് ശക്തിപ്പെടുത്തുന്നു. അറാക്ക്, അതിന്റെ ശക്തി അത്യാവശ്യമാണ്. അതിന്റെ ശക്തി കുറയുമ്പോഴേക്ക് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, വേദനകള്, അതേപോലെ തന്നെ അവിടെ പഴുപ്പുകൾ, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്ന് മാത്രമല്ല, നമ്മുടെ ഈ അറാക്ക് കൊണ്ട് വായന്റെ അകത്തുണ്ടാകുന്ന ബാഡ് ബ്രീതുകൾ ഉണ്ട്, അതായത് ഒഡോറുകൾ, ബാഡായ ദുർഗന്ധങ്ങൾ ഉണ്ട്. അതിനൊക്കെ അത് തടയുന്നു. പലരിലും പല കാരണങ്ങളെ കൊണ്ടും ഈ ബാഡ് ബ്രീത് കാണുന്നതാണ്. ദുർഗന്ധങ്ങള്,
നാം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അത്തരം ദുർഗന്ധങ്ങളെ വായിൽ നിന്ന് വരുന്ന ആ വായുനാറ്റങ്ങളെ ദൂരത്താക്കാൻ വേണ്ടി വളരെ നല്ല ഒരു ഔഷധമാണ് അറാഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് നമ്മോട് പഠിപ്പിച്ച അറാഖിന്റെ മെഡിക്കൽ ബെനിഫിറ്റ്സുകളെ ഇന്ന് ശാസ്ത്രീയ ലോകം വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, അതിന് ഒരു പോഷകങ്ങള് അതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതായത് ഫ്ലോറൈൻ, സിലിക്കോൺ, വിറ്റാമിൻ സി, സെൽവഡോറൈൻ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് പോഷകാംശങ്ങൾ അതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അത് പല്ലിന്റെ ഇനാമലിനെ അത് ശക്തിപ്പെടുത്തുന്നുണ്ട്. കാരണം അതിൽ പൊട്ടാസ്യവും ഈ അറാഖിൽ സോഡിയവും ക്ലോറൈഡും ബികാർബോണേറ്റും കാൽസ്യവും ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അടങ്ങിയത് കൊണ്ട് പല്ലിന്റെ ഇനാമലിനെ അത് ശക്തിപ്പെടുത്തുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ അറാഖ് കൊണ്ട് പല്ലിന് ഒരു വൈറ്റ്നെസ് ഉണ്ടാകുന്നു, കൂടുതലായിട്ട് വൈറ്റ്നെസ് ഉണ്ടാകുന്നു. അതായത് നല്ല വെളുവെളുപ്പ് ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ബ്രൈറ്റ്നെസ്സും ഉണ്ടാകുന്നു. പല്ലിന്റെ അകത്തും പുറത്തുമുള്ള എല്ലാ ജാതി സ്റ്റെയിൻസുകൾ, കലകളെയും അത് നീക്കുന്നു. ചായ കുടിച്ചോ, കോഫി കുടിച്ചോ, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ എന്തെങ്കിലും ചെറിയ അംശങ്ങൾ അടഞ്ഞുകൂടിയോ, അല്ലെങ്കിൽ പുകയില സംബന്ധമായോ എന്തെങ്കിലും ഉള്ള ഈ കലകളൊക്കെ നീക്കാൻ വളരെ നല്ലതാണ് അറാഖ്. എന്ന് മാത്രമല്ല, അതില് ഈ പല്ലിനെ വളരെ ശുദ്ധമായി സൂക്ഷിക്കുന്നു. അതായത് പല്ലില് യാതൊരു തരത്തിലുള്ള ഡീക്കേകൾ, അതായത് പല്ല് അവിടെ ചീഞ്ഞു പോകുന്ന ഒരവസ്ഥ, മോണ ചീഞ്ഞു പോകുന്ന ഒരവസ്ഥ ഇല്ലാണ്ടാകുന്നു. ഇങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ, ഒരുപാട് ഫലങ്ങൾ ഈ അറാഖ് കൊണ്ട് നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇത്രമാത്രമല്ല, ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഇതിൽ ഉണ്ട്. എന്ന് മാത്രമല്ല, ഇതിനെപ്പറ്റി ഒരു ബിസിനസ്മാൻ, അദ്ദേഹം ഒരു മുസ്ലിമായ ബിസിനസ്മാൻ, അദ്ദേഹം ഒരു പ്രാവശ്യം ബിസിനസിന്റെ ആവശ്യാർത്ഥം, കച്ചവടത്തിന്റെ ആവശ്യാർത്ഥം സ്വിറ്റ്സർലാൻഡിൽ പോയി അവിടെ ഒരു മുസ്ലിമിനെ അദ്ദേഹം കണ്ടുമുട്ടിയപ്പോ അദ്ദേഹം സമ്മാനമായിട്ട് ഒരു കഷ്ണം അറാഖ് അദ്ദേഹത്തിന് കൊടുത്തപ്പോ തന്നെ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. എന്നിട്ട് ഒരു കർച്ചിപ്പ് കൊണ്ട് ആ കണ്ണുനീർ തോർത്തി ഈ മിസ്വാക്കിനെ, ഇറാഖിന്റെ കഷ്ണത്തെ അദ്ദേഹം ചുംബനം ചെയ്ത് എന്നിട്ട് പറഞ്ഞു, എനിക്ക് എന്റെ പല്ലിനും മോണക്കും വല്ലാത്ത ഒരു രോഗമുണ്ടായിരുന്നു. ആ രോഗം ഞാൻ ഇവിടെ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി ചികിത്സിച്ച് മാറിയിരുന്നില്ല. അങ്ങനെ എനിക്ക് ഒരു കഷ്ണം അറാഖ് കിട്ടിയിരുന്നു. ആ അറാഖ് കൊണ്ട് ഞാൻ പല്ല് തേക്കാൻ തുടങ്ങിയത് മുതൽ ആ സ്വിറ്റ്സർലാൻഡുകാരനായ ആ വ്യക്തി പറയുന്നു, എന്റെ ആ രോഗം മാറി. അങ്ങനെ വീണ്ടും അതേ ഡോക്ടറെ ഞാൻ സമീപിച്ചു. ഞാൻ മുമ്പ് ചികിത്സ തേടിയിരുന്ന ആ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയപ്പോ അദ്ദേഹം ചോദിച്ചു, ഇത് ഇത്രയും പെട്ടെന്ന് ഈ രോഗം മാറാൻ യാതൊരു സാധ്യതയും ഇല്ലല്ലോ. ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത, ഞാൻ നിർദ്ദേശിച്ച മരുന്ന് കൊണ്ട് ഇത് ഒരിക്കലും മാറുകയില്ല. എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഈ രോഗം മാറിയത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം സംഭവം പറഞ്ഞു. ഞാൻ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന അറാഖ് കൊണ്ട് ഞാൻ പല്ല് തേച്ചത് കൊണ്ടാണ് എനിക്ക് രോഗം മാറിയത് എന്ന്. അങ്ങനെ ഇപ്പൊ അറാഖ് എനിക്ക് പല്ല് തേച്ച് അത് തീർന്ന് ആ സമയത്താണ് അള്ളാഹുവിന്റെ ഫള് കൊണ്ട് എനിക്ക് ഈ അറാഖിന്റെ കഷ്ണം കിട്ടുന്നത് എന്ന് അദ്ദേഹം സന്തോഷം കൊണ്ട് കരഞ്ഞു എന്നാണ് ഈ ബിസിനസ്മാന് പറയുന്നത്. ചുരുക്കത്തിൽ ഇങ്ങനെ തുടങ്ങി നമുക്ക് ഈ അറാഖിന്റെ ഗുണങ്ങൾ ധാരാളം പറയാനുണ്ട്. പക്ഷെ നാം എന്ത് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് മക്കയിൽ നിന്ന് വരുമ്പോഴേക്ക് നാം അറാഖ് കൊണ്ടുവരുവാൻ വേണ്ടി ഒന്ന് പറയുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ സൗദി രാജ്യങ്ങളിലും മറ്റുള്ള അറബ് രാജ്യങ്ങളിൽ ഉള്ളവർക്കൊക്കെ വളരെ സുലഭമായി
ലഭിക്കുന്ന ഈ അറാക്ക് കൊണ്ടായിരിക്കണം നാം മിസ്വാക്ക് ചെയ്യേണ്ടത്. ഏറ്റവും ഫലങ്ങളുണ്ട്. ബ്രഷ് കൊണ്ട് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാനില്ല. പല്ല് ശുദ്ധിയാകുന്നു, അത്രേ ഉള്ളൂ എന്നല്ലാണ്. ചിലപ്പോൾ ചില പേസ്റ്റുകളെ കൊണ്ട് ബെനിഫിറ്റ്സുകളല്ല ഉള്ളത്, എഫക്റ്റുകൾ, അത് മോശമായ എഫക്ട്സുകളാ ഉള്ളത്. പല നല്ല പേസ്റ്റുകളെ കൊണ്ട് ചില ബെനിഫിറ്റ്സുകളും ഉണ്ട്. അതുപോലെ ഒന്നുമല്ല, ഒരു നിലയ്ക്കും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത, ഒരു ബുദ്ധിമുട്ടില്ലാത്ത, ഒരുപാട് നമ്മുടെ പല്ലിനും മോണക്കും നാവിനും അതിൻ്റെ അകത്തും നമ്മുടെ ശരീരത്തിന് ആസകലം വലിയ ആരോഗ്യം തരുന്ന ഒന്നാണ് അറാക്ക്. ബഹുമാനപ്പെട്ട നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിസ്വാക്ക് ചെയ്ത് നമുക്ക് കാണിച്ചു തന്ന, നമുക്ക് സുന്നത്താക്കിയ ഈ അറാക്ക്, ഇതിനെ പ്രത്യേകം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കഴിവതും അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി, പല്ല് തേക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു തആല നമുക്ക് എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.